ഹായ്, ഇന്ന് നമ്മളൊരു വാഴക്കൂമ്പ് തോരൻ വെക്കാൻ പോവാന്നേ. എന്നും വെക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു തോരനാണ്. അപ്പം ഞാനതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ തടവി നമുക്ക് ആ കറയും നാരുമൊക്കെ ഒന്ന് എടുത്ത് കളയാം. അപ്പോൾ കളഞ്ഞിട്ട് അതിനകത്തോട്ട് ഞാൻ എടുത്ത് വെച്ച ഒരു സവാളയും 2 പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കാം. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നാര് കളയുന്നതേ ഉള്ളൂ കേട്ടോ. കൈയൊക്കെ അങ്ങ് കറയായി, അല്ലാതെ ഒത്തിരി നാരൊന്നും കളയുന്നില്ല. നമ്മൾ ആ പച്ചമുളകും സവാളയും കൂടെ അരിഞ്ഞിട്ട് നമുക്ക് അരപ്പെടുക്കാം. അപ്പോൾ എന്നും നമ്മൾ വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ഇട്ടാൽ പച്ചമുളകും അല്ലെങ്കിൽ കാന്താരിയോ തേങ്ങയൊക്കെ കൂടെ ഇട്ട് ചതച്ചാൽ തോരൻ വെക്കുന്നത്. പിന്നെ നമ്മൾ കോളിഫ്ലവറൊക്കെ തോരൻ വെക്കത്തില്ലേ, അപ്പോൾ അതുപോലൊന്ന് വെക്കുക. ഇങ്ങനെയൊക്കെ വെക്കുന്നവരുണ്ടായിരിക്കും. ഞാനിപ്പം വാഴക്കൂമ്പ് ആദ്യമായിട്ടാണ് ഇങ്ങനെ തോരൻ വെക്കുന്നത്. അപ്പം നമുക്കതിന് എടുത്ത് വെച്ചേക്കുന്ന അരപ്പ് ഞാൻ കാണിക്കാമേ. അരയ്ക്കാനുള്ള സാധനങ്ങൾ: ഒരു നല്ലൊരു മുറി തേങ്ങ, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, അത്രയും തന്നെ മുളക് പൊടി, പിന്നെ 1 സ്പൂൺ അടുപ്പിച്ച് ചിക്കൻ മസാല. അപ്പോൾ അത് നല്ല തരിതരിപ്പായിട്ട് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചീനച്ചട്ടി അടുപ്പേ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് നമുക്ക് പൊട്ടിക്കാം. എന്നിട്ട് ഒരു 1-2 കൊച്ചുള്ളി ചതച്ചതും ഒരു 2 വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. നമ്മൾ സാധാരണ കൂമ്പ് തോരൻ ഉണ്ടാക്കുമ്പം അരിയൊക്കെ വറുത്തിടും. കടുകിൻ്റെ കൂട്ടത്തിൽ എല്ലാവരും ചെയ്യുമോ എന്നറിയത്തില്ല, ഞാൻ ചെയ്യും. നല്ലൊരു ടേസ്റ്റാണ്. അന്നേരം ഇടയ്ക്കൊക്കെ ഈ അരി ഇങ്ങനെ കടിക്കുന്നത്. അപ്പോൾ നമ്മൾ കടുക് താളിച്ച് അതിനകത്തോട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന കൂമ്പും ഉള്ളിയും പച്ചമുളകും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമ്മുടെ ആ അരപ്പും കൂടെ മുകളിലോട്ടിട്ട് ആവിയിലൊന്ന് വേവിക്കാം. നമുക്ക് കൈവെള്ളം പോലും തളിക്കേണ്ട, ആ ആവിയിലങ്ങ് വെന്തോളും കൂമ്പ്. ഇതിനകത്ത് ഒത്തിരി വേവുള്ള ഒരു സാധനവുമില്ല, സവാളയും പച്ചമുളകും അല്ല ഉള്ളോ വേറെ. അപ്പോൾ അതങ്ങ് വെന്തോളും, ഒട്ടും വെള്ളം ഒഴിക്കേണ്ട. അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം നമ്മുടെ കൂമ്പ് മസാലത്തോരൻ. കോളിഫ്ലവറിൻ്റെ ഒക്കെ അതേ ഒരു ടേസ്റ്റും മണവും രുചിയും ഒക്കെയാണേ. അപ്പം നമുക്ക് നമ്മുടെ കൂമ്പ് തോരൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് അമർത്തിയേക്കണേ. അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം കൂമ്പ് മസാലത്തോരൻ. പിന്നെ ബാക്കി അങ്കരക്ഷകരൊക്കെ ഉണ്ട് പുറയിൽ കേട്ടോ. മീൻ കറിയുണ്ട്, അച്ചാറുണ്ട്, പിന്നെ അമ്മ മേളിൽ നിന്ന് കൊടുത്തു വിട്ട മെഴുക്ക് പുരട്ടിയുണ്ട്. അപ്പോൾ ഇന്നത്തെ ഐറ്റംസൊക്കെ ഇതാ. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് എളുപ്പം വരാം. നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി. സൂപ്പർ ഒരു കളറൊക്കെ അല്ലേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് തോരൻ വെച്ച് നോക്കണം കൂമ്പ് കിട്ടുമ്പോൾ കേട്ടോ. ഇത് നമ്മൾ പാളയംകോടൻ്റെ കൂമ്പാണ് എടുത്തത്. ഓക്കേ.